നമസ്കാരം. വിദേശ രാജ്യത്തുള്ള മലയാളികൾ മരിച്ചാൽ അതൊരു വലിയ തലവേദനയായി മാറാറുണ്ട്. മരിച്ച മലയാളികളുടെ മൃതദേഹം ഒന്നുകിൽ അവിടെ അടക്കുക, അല്ലെങ്കിൽ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരിക. രണ്ട് വഴികൾ മാത്രമാണുള്ളത്. മരിച്ച സ്ഥലത്ത് അടക്കാൻ ആ രാജ്യത്തിൻ്റെ നിയമവും ആ രാജ്യത്തിൻ്റെ ചെലവും നിർണായക ഘടകമാവും. ഉദാഹരണത്തിന് ബ്രിട്ടനിൽ ഒരാൾ മരിച്ചാൽ മൃതദേഹം അടക്കുന്നത് ചെലവേറിയ പ്രവൃത്തിയാണ്. അതേസമയം ബ്രിട്ടനിൽ മരിക്കുന്നവരുടെ ഉറ്റ ബന്ധുക്കളൊക്കെ അവിടെ ആയതുകൊണ്ട് പലരും അവിടെ അടക്കാൻ ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ ഗൾഫിൽ മരിച്ചവരുടെ മൃതദേഹമൊക്കെ പൊതുവെ നാട്ടിലേക്ക് കൊണ്ടുവരും. അതിന് കാരണം അവരുടെ ഉറ്റ ബന്ധുക്കളൊക്കെ നാട്ടിൽ തന്നെയാവും. ഏറെ പ്രതീക്ഷകളോടെ പ്രവാസിയായി രാജ്യം വിട്ടവർ മരിച്ചു പോകുന്ന അവസ്ഥ അതിദയനീയമാണ്. അവരുടെ ജീവനോപാധി അവസാനിക്കുക മാത്രമല്ല, അതൊരു ബാധ്യതയായി മാറുകയും ചെയ്യുന്നു. ചെറിയ ശമ്പളത്തിൽ പണിയെടുക്കുന്ന പ്രവാസികൾ മരിച്ചു കഴിയുമ്പോൾ കുടുംബക്കാർക്ക് അത് ബാധ്യതയായി മാറാറുണ്ട്. അതുകൊണ്ട് പലപ്പോഴും സാമൂഹ്യ പ്രവർത്തകർ ഇതിൽ ഇടപെടാറുണ്ട്. ബ്രിട്ടനിൽ മരിക്കുന്ന ഏതെങ്കിലും ഒരു മലയാളിയുടെ മൃതദേഹം നാട്ടിലെത്തിക്കണമെങ്കിൽ ഞങ്ങൾ തുടക്കമിട്ട് ഇപ്പോൾ സജീവമായി പ്രവർത്തിക്കുന്ന ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷനെ അറിയിച്ചാൽ സൗജന്യമായി തന്നെ മൃതദേഹം എത്തിക്കും. ₹1 പോലും എംബസിയോടോ കുടുംബാംഗങ്ങളോടോ വാങ്ങാതെ മൃതദേഹം നാട്ടിലെത്തിക്കുക മാത്രമല്ല, മരിച്ചയാളുടെ അടുത്ത ബന്ധുക്കളുടെ ടിക്കറ്റും, അതായത് ഭർത്താവാണ് മരിച്ചതെങ്കിൽ ഭാര്യയുടെ മക്കളുടെയും, ഭാര്യയാണ് മരിച്ചതെങ്കിൽ ഭർത്താവിൻ്റെയും മക്കളുടെയും ടിക്കറ്റ് പോലും ഞങ്ങൾ എടുത്തു കൊടുക്കാറുണ്ട്. ആകപ്പാടെ മരിച്ചയാളുടെ ജീവിച്ചിരിക്കുന്ന പങ്കാളി ചെയ്യേണ്ടത് ഒരു അപേക്ഷ കൊടുക്കുകയാണ്. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ ലോകത്തിൻ്റെ നാനാഭാഗത്തുണ്ട്. സംഘടന മാത്രമല്ല, ചില വ്യക്തികളും മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിൻ്റെ പേരിൽ പേരെടുക്കാറുണ്ട്. അങ്ങനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയിട്ടുള്ള ആളാണ് UAE കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അഷ്റഫ് താമരശ്ശേരി എന്ന വയനാടുകാരൻ. അഷ്റഫ് താമരശ്ശേരി 5000-ഓളം മൃതദേഹങ്ങളാണ് പലപ്പോഴായി നാട്ടിലെത്തിച്ചിട്ടുള്ളത്. അഷ്റഫിനെ ഒരു ദൈവദൂതനെ പോലെയാണ് പ്രവാസികൾ കാണുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പ്രവാസി സമ്മാൻ കിട്ടുക മാത്രമല്ല, പത്മശ്രീക്ക് സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്യുക പോലും ചെയ്തു അഷ്റഫ് താമരശ്ശേരിക്ക് വേണ്ടി. മറ്റൊരാൾ നസീർ വാടനാപ്പള്ളിയാണ്. ഇത്തരത്തിൽ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരുന്നവർ ആദരിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പുതിയൊരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇവർ മരിച്ചവരുടെ ബന്ധുക്കളിൽ നിന്നും 10,000 ദിറം വരെ വാങ്ങുന്നെന്നും യഥാർത്ഥത്തിൽ 5,000 ദിറം മാത്രമേ ചെലവാകുകയുള്ളൂ എന്നും അതിന്റെ പകുതി എംബസിയിൽ നിന്നും കൈപ്പറ്റാൻ സാഹചര്യമുണ്ടെന്നും ഇത് കൈപ്പറ്റിക്കൊണ്ട് 10,000 ദിറം മേടിച്ച് തട്ടിപ്പ് നടത്തി പലരും പുണ്യാളന്മാരാകുന്നു എന്നുള്ള ആരോപണമായി പലരും രംഗത്ത് വരുന്നു. മലബാർ ഡെവലപ്മെന്റ് ഫോറം എന്ന പേരിൽ കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ തലപ്പത്തുള്ള KM ബഷീർ ഇങ്ങനെയൊരു കുറിപ്പെഴുതി. UAEയിൽ മരണപ്പെടുന്ന നിർഭാഗ്യവന്മാരായ പ്രവാസികളുടെ മൃതദേഹങ്ങൾ നാട്ടിൽ കൊണ്ടുപോകാൻ എന്തിനാണ് ഏജന്റിന്റെ സേവനം? ഒരു ബന്ധുവിനോ കമ്പനി PROവിനോ വളരെ എളുപ്പത്തിൽ ചെയ്തു തീർക്കാവുന്ന നടപടിക്രമങ്ങൾക്ക് 5,000 ദിറംസ് ചെലവാകുമ്പോൾ 10,000 ദിറംസ് തട്ടിയെടുക്കുകയും ഇന്ത്യൻ കോൺസുലേറ്റിന്റെ വിഹിതവും കൈക്കലാക്കുന്ന ഏജന്റുമാർ ചെയ്യുന്നത് സേവനമല്ല, നിയമവിരുദ്ധ പാപമാണ്. പ്രവാസി മൃതശരീരം ദുബായ്, ഷാർജ എന്നിവിടങ്ങളിൽ നിന്നും നാട്ടിലേക്ക് അയക്കുവാൻ 5,000 ദിറം ചെലവിന് പകരം 10,000 ദിറം കീശയിലാക്കുന്നത് പുറമെ ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിൽ നിന്നും ലഭ്യമാകുന്ന ആനുകൂല്യങ്ങളും ഒരുമിച്ച് കീശയിലെത്തുമ്പോൾ ഏതാണ്ട് 1,40,000 രൂപ ലാഭം. ഇതൊരു മൃതശരീരത്തിൽ നിന്ന് മാത്രം കിട്ടുന്ന ലാഭം. അങ്ങനെ എത്ര? ഇന്ത്യൻ കോൺസുലേറ്റ് കോടികളാണ് ഇതിനകം ചെലവഴിച്ചിട്ടുള്ളത്. മൃതശരീരം എംബാമിംഗ് മുതൽ പെട്ടി ഉണ്ടാക്കുന്ന കാർപ്പന്റർമാർ വരെ മോണോപ്പൊളി, എല്ലായിടങ്ങളിലും കുത്തക. മൃതശരീരം എംബാമിംഗ് കഴിഞ്ഞാൽ ആംബുലൻസിന് മുന്നിൽ നിന്നും സെൽഫി, അത് ഫേസ്ബുക്കിൽ ലേഖന സഹിതം പോസ്റ്റ് ചെയ്യാൻ പ്രത്യേക മീഡിയ വിങ്, നിരവധി PAമാരും അസിസ്റ്റന്റ് ഏജന്റുമാരും. മൃതശരീരത്തിന് ചുറ്റും വട്ടമിട്ട് പറക്കുന്ന കഴുകന്മാർക്കെതിരായി ശക്തമായ നടപടി വേണം. ഇവർക്ക് പ്രത്യേക പരിഗണന നൽകുന്ന കോൺസുലേറ്റ് ഉദ്യോഗസ്ഥൻ ശ്രീ പഥക്കിനെതിരെ അന്വേഷണം നടത്തണമെന്ന് വിദേശകാര്യ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയൊരു പോസ്റ്റാണ് KM ബഷീർ ഇട്ടത്. ബഷീർ കുറച്ചുകൂടി പച്ചയ്ക്ക് ഇപ്പോൾ ഇതിന്റെ പേരിൽ പേരെടുക്കുന്ന നസീർ വാടനാപ്പള്ളിയെയും അഷ്റഫ് താമരശ്ശേരിയെയും നേരിട്ട് പേര് പറയാതെ അവരെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് എന്ന് വ്യക്തമാകുന്ന തരത്തിൽ ഗുരുതരമായ ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പ്രവാസികളുടെ മൃതശരീരം കാത്തിരിക്കുന്ന കഴുകന്മാരുടെ കഥകളാണ് വീണ്ടും ഇവിടെ അവതരിപ്പിക്കുന്നത്. 5-6 വർഷം മുമ്പ് ഈ വിഷയം ഞാൻ അവതരിപ്പിച്ചിരുന്നു. അന്ന് വലിയ ബഹളം, കോലാഹലങ്ങൾ, പൊങ്കാലകളൊക്കെ ഉണ്ടായി. കഴിഞ്ഞ ദിവസം ഞാനും അൽക്കാഫ് ജിയുടെ ഷെരീഫും ഈ വിഷയങ്ങൾ വീണ്ടും ടേക്കപ്പ് ചെയ്തു. അത് വീണ്ടും ആവർത്തിച്ച് പ്രവാസികളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. 5,000 ദിറംസിന്
നാട്ടിലെത്തിക്കാൻ പറ്റിയ മൃതദേഹം, പ്രവാസി മൃതദേഹം നിർഭാഗ്യവശാൽ ഗൾഫിൽ ദുബായിലും മറ്റ് നോർത്തേൺ എമിറേറ്റ്സിലും മരണപ്പെടുന്ന പ്രവാസികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ ഏതാണ്ട് ഒരു മൃതശരീരത്തിന് 5000 ദിർഹംസാണ് ചെലവ് വരുന്നത്. അതിന് പകരം 10000 രൂപയ്ക്ക് കച്ചവടം ഉറപ്പിക്കുന്നു. അതുകൂടാതെ കോൺസുലേറ്റിൽ ബില്ല് കൊടുത്ത് അവിടെ ഒരു ഉദ്യോഗസ്ഥനുണ്ട് ഇവരെ സഹായിക്കുന്ന പതക്കുന്ന പേര്, അത് ഞങ്ങൾ ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ. അയാൾക്കെതിരെ നടപടി വേണം. അദ്ദേഹത്തിന്റെ സ്വാധീനത്താൽ ഈ കൂട്ടർ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ചാരിറ്റി വിഭാഗത്തിൽ നിന്നുള്ള വലിയ ഫണ്ട് കൈക്കലാക്കുന്നു. ഏതാണ്ട് ഈ കാലയളവിൽ കോടിക്കണക്കിന് രൂപ തന്നെ ഇന്ത്യൻ കോൺസുലേറ്റ് ചെലവാക്കി. അതായത് ഈ മാഫിയ സംഘം മുഖേനയാണ് അത്രയും കാശുകൾ ചെലവാക്കി എന്നുള്ള വിവരങ്ങളും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അടുത്ത ദിവസം തന്നെ കയ്യിൽ കിട്ടും. സാധാരണ ഒരു പ്രവാസിക്ക് ഇന്ത്യൻ കോൺസുലേറ്റിൽ കയറണമെങ്കിൽ ടെലിഫോൺ അവിടെ കൗണ്ടറിൽ വെക്കണം, അല്ലെ വണ്ടിയിൽ വെക്കണം. ഈ മാഫിയ സംഘത്തിന് ഫോണുമായി നേരെ കയറാനുള്ള പ്രത്യേക അനുമതിയാണ് ശ്രീ പതക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ പിന്നിലൊക്കെ ഒരു വലിയ ലോബി പ്രവർത്തിക്കുന്നു. ആ ലോബിയുടെ അംഗങ്ങൾക്ക് പ്രവാസി ഭാരത് അവാർഡ് കിട്ടി. അതുപോലെ മറ്റ് അവാർഡുകൾക്കായി MP-മാരുടെ വീട് കയറി ഇറങ്ങുകയാണ്. പത്മശ്രീക്ക് വേണ്ടി വീട് കയറി ഇറങ്ങുകയാണ്. പക്ഷെ നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അധികൃതർ കേന്ദ്രത്തിൽ എത്തിച്ചിട്ടുണ്ട്. എന്തിനാണ് ഒരു പ്രവാസി മരിച്ചു കഴിഞ്ഞാൽ ആ മൃതദേഹത്തിന്റെ പിന്നാലെ ഓടുന്നത്? ഒരു മൃതശരീരം എംബാമിംഗ് സെന്ററിൽ എത്തിയാൽ താമരശ്ശേരിക്കാരന്റെ പേര് അല്ലെങ്കിൽ വടന പള്ളിക്കാരന്റെ പേരിൽ അവരുടെ അക്കൗണ്ടിലേക്ക് എഴുതി വെക്കുന്നു. പെട്ടിയുടെ മീതെ അവരുടെ പേര് എഴുതി വെക്കുന്നു. അതെന്തിനാണ്? എല്ലാ ഭാഗങ്ങളിലും ഈ നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നു. അതിനെതിരെ ശക്തമായ നിയമ നടപടി വേണം. UAE ഗവൺമെന്റിനോട് നമ്മൾ അഭ്യർത്ഥിച്ചു കഴിഞ്ഞു. അതുപോലെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തോട് അഭ്യർത്ഥിച്ചു കഴിഞ്ഞു. ഇവിടെ മാന്യമായ സേവനം ചെയ്യുകയാണെങ്കിൽ അത് ദൈവികമായ അനുഗ്രഹം കിട്ടും. ഒരു മൃതശരീരം വിറ്റ് കാശാക്കി കോടിപതി ആവാനാണെങ്കിൽ അത് ദൈവികമായും തെറ്റാണ്, മാനുഷികമായും തെറ്റാണ്, സാമൂഹ്യപരമായും അംഗീകരിക്കാൻ പറ്റില്ല. നിങ്ങൾ ചെയ്യുന്നത് വലിയ പാവമാണ്, തെമ്മാടിത്തരം എന്ന് തന്നെ ഞാൻ പറയും. അതുകൊണ്ട് ഇനി മേലാൽ ഇത്തരം ഗുണ്ടായിസം വേണ്ട. ഓക്കെ, നിർത്തിക്കള. അത് പാടെ പെഴുതെറിയും. മലയാളികളെ ചൂഷണം ചെയ്യുന്ന, അത് പാവപ്പെട്ട മലയാളികൾ, നിർഭാഗ്യവശാൽ ഹതഭാഗ്യരായ മലയാളികൾ അവിടെ മരണപ്പെടുമ്പോൾ അവരുടെ മൃതശരീരത്തിനെ ചുറ്റി പറക്കുന്ന കഴുകന്മാരായി അതിൽ നിന്നും കോടികൾ സമ്പാദിക്കുക, മറ്റു തൊഴിലൊന്നും ചെയ്യാണ്ട് സമ്പാദിക്കുക, വലിയ സെലിബ്രിറ്റി ആയിട്ട് ഇങ്ങനെ നടക്കുക, കോട്ട് സൂട്ട് ഇട്ട്. ഇത് ലജ്ജാവഹമായ രീതിയാണ്, ലജ്ജാവഹമായ രീതി, മനുഷ്യത്വത്തിന് യോജിക്കാത്ത രീതി. ഇതിനെതിരെ പ്രവാസ ലോകം വളരെ ശക്തമായി പ്രതികരിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. ഇവർ ആരോപിക്കുന്ന കാര്യം അതീവ ഗൗരവത്തോടെ കാണേണ്ടതാണ്. മൃതദേഹം നാട്ടിലെത്തിക്കാൻ 5000 ദിർഹം മാത്രമേ ചെലവുള്ളൂ എങ്കിൽ 10000 ദിർഹം ആരോടെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ അത് അന്വേഷണ വിധേയമാക്കണം. 1 രൂപ പോലും ആരോടും വാങ്ങാതെയാണ് മൃതദേഹം നാട്ടിലെത്തിക്കുന്നതെങ്കിൽ അതിനെ സാമൂഹ്യ പ്രവർത്തനം എന്ന് വിശേഷിപ്പിക്കാം. എന്നാൽ പണം വാങ്ങിയാണ് ഈ പണിക്കിറങ്ങുന്നതെങ്കിൽ അത് സാമൂഹ്യ പ്രവർത്തനമല്ല, കച്ചവടമാണ്. ആ കച്ചവടത്തിൽ കൊള്ള നടക്കുന്നുണ്ടെങ്കിൽ, അതായത് അമിതമായ ലാഭം, 5000 ചെലവാകുമ്പോൾ 10000 ദിർഹം വാങ്ങുന്നുണ്ടെങ്കിൽ അത് കൊള്ള തന്നെയാണ്. ഇതിന് എംബസി ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നുണ്ടെങ്കിൽ അവരും നിയമ നടപടിക്ക് വിധേയരാകണം. ഇന്ത്യൻ കോൺസുലേറ്റുകളും എംബസികളും മരിക്കുന്ന പൗരന്മാരുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ ഒരു നിശ്ചിത തുക കൊടുക്കുന്നു എന്നത് വാസ്തവമാണ്. UK മരിച്ച ചിലരുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ UK ഇന്ത്യൻ കൗൺസുലേറ്റിലുള്ള സ്വാധീനം ഉപയോഗിച്ച് ഞങ്ങൾ ഇടപെട്ട് ഫണ്ട് അനുവദിപ്പിച്ച ചരിത്രമുണ്ട്. എന്നാൽ അത് ഏറെ നടപടിക്രമങ്ങളും നൂലാമാലകളും ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ ചാരിറ്റി പലപ്പോഴും പൂർണ്ണ ചെലവ് ഏറ്റെടുത്ത് നടത്തുന്നു. എന്നാൽ UAE മരിച്ചവരുടെ ബന്ധുക്കളിൽ നിന്നും പണം കൈപ്പറ്റുന്നു എങ്കിൽ അത് ഗുരുതരമായ കുറ്റകൃത്യമാണ്. ഇവർ പറയുന്നത് ഷാർജയിലും ദുബായിലും അജ്മാനിലുമൊക്കെ ഇത് നടക്കുന്നുണ്ടെങ്കിലും ആരും അബുദാബിയിൽ മൃതദേഹം എത്തിക്കുന്ന പ്രക്രിയയ്ക്ക് കൂട്ടുനിൽക്കുന്നില്ലെന്നാണ്. കാരണം അവിടെ ഇത് അനുവദിക്കുകയില്ലത്രേ. ഇതേക്കുറിച്ചൊക്കെ അതീവ ഗൗരവമായി അന്വേഷിക്കണം. മൃതദേഹത്തിന് വിലപേശി പണമുണ്ടാക്കിയാണ് ഈ പറയുന്നവർ പേരെടുത്തതെങ്കിൽ അതും പുറം ലോകമറിയണം. മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന്റെ പേരിൽ ദേശീയ പുരസ്കാരങ്ങൾ വരെ കിട്ടുകയും അതിന്റെ പേരിൽ വലിയ സ്വാധീനമുണ്ടാവുകയും ചെയ്തവർ ജനത്തെ കബളിപ്പിച്ചെങ്കിൽ ജനം തിരിച്ചറിയാൻ വൈകരുത്. ഏതെങ്കിലും മൃതദേഹം നാട്ടിലെത്തിക്കാൻ എംബസിക്ക് കോൺടാക്ട് നമ്പർ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ആ നമ്പറുകൾ ഇവയാണ്. ആർക്കെങ്കിലും ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ നമ്പറുകളിൽ ബന്ധപ്പെട്ടാൽ മതിയാവും. ഗ്ലോബൽ പ്രവാസി യൂണിയന്റെ ചെയർമാൻ കൂടിയായ അഡ്വക്കേറ്റ് ഫരീദിനോട് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ഒരു വിശദീകരണം ചോദിച്ചിരുന്നു. അദ്ദേഹം ഇതേക്കുറിച്ച് പറയുന്നത് നമ്മളിപ്പോൾ കേൾക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ ചില കാര്യങ്ങളാണ്.
ഈ വിഷയത്തിലെ അദ്ദേഹത്തിൻ്റെ ആധികാരികമായ അറിവ് പ്രേക്ഷകർ കേൾക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ ഈ വോയിസുമായിട്ട് വരുന്നത് ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയകളിൽ, പ്രത്യേകിച്ച് ടിക്ടോക്കിൽ, മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് വളരെ തെറ്റിദ്ധാരണാജനകമായ ഒരു വീഡിയോ ദർശിക്കാൻ ഇടയായി. തീർച്ചയായും സാമൂഹിക പ്രവർത്തകർ തട്ടിപ്പ് നടത്തുന്നവരുണ്ടാകാം, വെട്ടിപ്പ് നടത്തുന്നവരുണ്ടാകാം, അനധികൃതമായി മൃതദേഹത്തിന്റെ പേരിൽ സമ്പാദിക്കുന്നവരുണ്ടാകാം. ഇതൊക്കെ ശരിയാണ്, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്, അങ്ങനെയൊക്കെ ഉണ്ട് താനും, അതൊക്കെ സത്യമാണ്. പക്ഷെ അവിടെ അവർ ചില കാര്യങ്ങളിൽ ഉന്നയിക്കുന്ന റേറ്റ്, മറ്റ് കാര്യങ്ങൾ ഒന്നും ഇതുമായി ബന്ധപ്പെട്ട് പല സന്ദർഭങ്ങളിലും പ്രവർത്തിച്ച ഒരാൾ എന്ന നിലക്ക് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. നമ്മളൊരാള് ഹോസ്പിറ്റലിൽ മരിച്ചു കഴിഞ്ഞാൽ ആദ്യം അവിടുന്ന് നോട്ടിഫിക്കേഷൻ എടുക്കും. അത് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെയാണ് മരിച്ചതെങ്കിൽ ആ ഹോസ്പിറ്റലിലുള്ള പോലീസ് ഹെഡ് പോസ്റ്റിൽ നിന്നോ അല്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്ത വിസിനിറ്റിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്നോ നമുക്ക് എല്ലാ പേപ്പറുകളും ലഭ്യമാകും. അതല്ല റൂമിൽ വെച്ചാണ് അല്ലെങ്കിൽ വല്ല ആക്സിഡന്റിലോ മറ്റോ അല്ല ദുരൂഹ സാഹചര്യത്തിലോ ഒക്കെ മരിച്ച വ്യക്തിയാണെങ്കിൽ അതിന്റെ ഫോറൻസിക് റിപ്പോർട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ബോഡി പോസ്റ്റ്മോർട്ടത്തിനയക്കും. ഫോറൻസിക് റിപ്പോർട്ട് കിട്ടാൻ 1-2 ചിലപ്പോൾ ആഴ്ചകളോളം വൈകാറുണ്ട് നോർത്തേൺ എമിറേറ്റ്സിലൊക്കെ. ദുബായിൽ 2-3 ദിവസം കൊണ്ട് എത്രയും പെട്ടെന്ന് കിട്ടാറും ഉണ്ട്. ഈ റിപ്പോർട്ടുകൾ ലഭ്യമായാൽ ഉടനെ തന്നെ നമ്മൾ ഹെൽത്തിലേക്ക് ഒരു പേപ്പർ തരും. അതേപോലെ വിസ ക്യാൻസലേഷനും പാസ്പോർട്ട് ക്യാൻസലേഷനും വേണ്ടി ഒരു പേപ്പർ തരും. ഇതിനൊക്കെ മുന്നേ ആയിക്കൊണ്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ നോമിന നാട്ടിലാണെങ്കിൽ അവരിൽ നിന്ന് ഒരു പവർ ഓഫ് അറ്റോർണി നമ്മൾ വരുത്തുകയും ആ പവർ ഓഫ് അറ്റോർണി നമ്മുടെ കൗൺസിലേറ്റിൽ കൊണ്ടുപോയി അവരിൽ നിന്നൊരു ഓതറൈസേഷൻ വാങ്ങുകയും വേണം. എന്നിട്ട് ഈ ഓതറൈസേഷൻ കിട്ടിയെങ്കിൽ മാത്രമേ കോർട്ടിൽ നിന്നും പോലീസിൽ നിന്നും ഒക്കെ ഈ ബോഡിയുമായിട്ട് ബന്ധപ്പെട്ട പേപ്പർ കൈപ്പറ്റാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ പോലീസിൽ നിന്ന് എല്ലാ പേപ്പറും ലഭിച്ചതിന് ശേഷം നമ്മൾ ഹെൽത്തിൽ ചെന്ന് 120 ദിർഹം, ദുബായിലാണെങ്കിൽ 140 ദിർഹം ചെലവാക്കി ഡെത്ത് സർട്ടിഫിക്കറ്റ് എടുക്കണം. പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യാൻ കൗൺസിലേറ്റിന്റെ ആ ഭാഗത്തുള്ള ഓൺ ടൈമിലാണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ കോപ്പികളൊക്കെ അടക്കം ഒരു 250 ദിർഹംസോളം വരുന്നുണ്ട്. നേരെ മറിച്ച് പുറത്തുനിന്ന് വേറെ പല ഭാഗത്തുനിന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ 80 ദിർഹംസ് 100 ദിർഹംസ് വരെ വരും. ചില ടൈപ്പിംഗ് സെന്ററുകളിൽ ഡെത്ത് കേസാണെന്ന് അറിയുമ്പോൾ അത് ഫ്രീ ആയിട്ട് ടൈപ്പ് ചെയ്ത് തരും. പിന്നീട് നമ്മൾ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്ത് വിസ ക്യാൻസൽ ചെയ്ത് ദുബായിൽ നിന്നാണ് പോകുന്നതെങ്കിൽ നമ്മൾ അതിന്റെ CID പെർമിറ്റ്, റോഡ് പെർമിറ്റ്, അത് ഹെഡ് ക്വാർട്ടറിൽ പോയിട്ട് ഈ വിസയും പാസ്പോർട്ടൊക്കെ ക്യാൻസൽ ചെയ്ത് തരുമ്പോൾ അവിടുന്ന് എടുത്ത് നേരെ എംബാമിംഗ് സെന്ററിൽ പോയി എംബാമിംഗ് സെന്ററിലെ പൈസ അടക്കണം. ദുബായിലാണെങ്കിൽ എംബാമിംഗ് സെന്ററിൽ ഏകദേശം 3000 ദിർഹംസ് വരുന്നുണ്ട്. പെട്ടിയും അവിടുത്തെ ഫീസും ആംബുലൻസ് ചാർജും അടക്കം 3000 ദിർഹംസ് വരുന്നുണ്ട്. ഷാർജയിലാണെങ്കിൽ 3050 ദിർഹംസ് വരുന്നുണ്ട്. അവിടെയൊന്നും പുറത്തു നിന്നുള്ള പെട്ടി അനുവദിക്കപ്പെട്ടതായിട്ട് എന്റെ അറിവിൽ ഞാൻ കണ്ടിട്ടില്ല. ഇത് കഴിഞ്ഞാൽ കാർഗോക്ക് നമ്മൾ ബുക്ക് ചെയ്യണം. പ്രൈവറ്റ് കാർഗോക്ക് നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ അവർക്ക് 3000 ദിർഹംസ് നമ്മൾ കൊടുക്കണം. അവർ പറയുന്നത് 2750, 2800 അവർക്ക് ചാർജ് വരുന്നുണ്ട്. എയർ ഇന്ത്യന്റെ ചാർജ് വരുന്നുണ്ട്. പിന്നെ അവർ ലൈസൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നതല്ലേ. അപ്പൊ അതുകൊണ്ട് അവരൊരു മിനിമം ലാഭം എടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. ചില ബോഡിക്ക് അവർ 2900 വാങ്ങലുണ്ട്, ചില ബോഡിക്ക് 3000 വാങ്ങലുണ്ട്, ചില ബോഡിക്ക് 3100
100 വാങ്ങലുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് നോർമലായിട്ട് ഇവിടുത്തെ കാർഗോ ഏജൻസികള് ചാർജ് ചെയ്യുന്ന രീതി. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് കേട്ടു 2150 2200. അത് കൗൺസിലേറ്റിന് FOC കൊണ്ടുപോകാൻ എയർ ഇന്ത്യ കൊടുക്കുന്ന സ്പെഷ്യൽ റേറ്റ് ആണ് ഈ 2150 എന്നാണ് എന്റെ അറിവ്. ഈ FOC ആയിട്ട് എല്ലാ ബോഡിയും നമുക്ക് കൗൺസിലേറ്റിലൂടെ അയക്കാനോ അല്ലെങ്കിൽ കൗൺസിലേറ്റ് FOCക്ക് സമാനമായ ചാർജ് നമുക്ക് ലഭിക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യുകയോ ചെയ്യുകയില്ല. ഇവിടെ സ്പോൺസറുള്ള ബോഡി കമ്പനിയുടെ സ്പോൺസർ തന്നെ അതിന്റെ ചെലവെടുത്ത് കയറ്റി അയക്കണം എന്നാണ് കൗൺസിലേറ്റിന്റെ നിയമം. വളരെ നിരാലംബരായ ആളുകൾക്ക് പോലും FOC ലഭിക്കാൻ വേണ്ടി അങ്ങേയറ്റം പ്രയത്നിച്ചിട്ടാണ് FOC ലഭിക്കുന്നത്. FOC ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഈ മരിച്ച ആളിന് നാട്ടിൽ ഒരു സ്വത്തോ മുതലോ അദ്ദേഹത്തിന്റെ പേരിലില്ലാന്നും അദ്ദേഹത്തിന്റെ ആശ്രിതരുടെ പേരിലില്ലാന്നും അദ്ദേഹത്തിന് ബാങ്കിൽ ബാലൻസ് ഒന്നും ഇവിടെയോ നാട്ടിലെയോ ഇല്ല എന്നും ഒക്കെ ഉള്ള സ്റ്റേറ്റ്മെന്റ് തഹസിൽദാർ അറ്റസ്റ്റ് ചെയ്തിട്ട് നാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് കൗൺസിലേറ്റിൽ സബ്മിറ്റ് ചെയ്യണം. അദ്ദേഹത്തിന് ഇവിടെ സ്പോൺസർ ഇല്ലാന്നും അതേപോലെ അദ്ദേഹത്തിന്റെ ബോഡി സംബന്ധമായിട്ട് കൊണ്ടുപോകാൻ ആരും ഇല്ല എന്നുള്ള രേഖകളും സബ്മിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ സാധാരണക്കാരായ ആളുകൾക്ക് FOC ഇന്ന് വരെ അനുവദിച്ച് കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് എന്റെ അറിവ് പ്രകാരം ഇത്രയും ചെലവുകളൊക്കെ ഒരു ബോഡി കൊണ്ടുപോകുന്നതിന് വരുന്നുണ്ട്. 3000 ദിർഹംസ് എംബാമിങ്ങില്, ആംബുലൻസ് ചാർജ്, അവിടുത്തെ ഹോസ്പിറ്റൽ ചാർജ്, പെട്ടിന്റെ ചാർജ്. കാർഗോക്ക് ഏകദേശം ഒരു 3000 ദിർഹംസ്. പിന്നെ ടൈപ്പിങ്ങിന് ഞാൻ പറഞ്ഞ പോലെ കൗൺസിലേറ്റിന്റെ അടുത്താണെങ്കിൽ 250 ദിർഹംസ് ആവും. ഇവിടെ പുറത്താണെങ്കിൽ 100 ദിർഹംസ്, 80 ദിർഹംസ് ചിലവർ ഫ്രീ ആയിട്ടും ചെയ്തു തരുന്നുണ്ട്. പിന്നെ ഡെത്ത് സർട്ടിഫിക്കറ്റിനുള്ള ചാർജ്. ഇത്രയും ചാർജസ് സാധാരണ ഗതിയിൽ ഒരു ബോഡി കയറ്റിവിടുന്നതിന് വരാറുണ്ട്. ഇത് കൂടാതെ സോഷ്യൽ പ്രവർത്തകരെന്ന് മുദ്ര കുത്തിയ പലരും കമ്പനികളുടെ കയ്യിൽ നിന്ന് ഈ ചാർജ് കൂടാതെ തന്നെ ഇവർ 8000 ദിർഹംസ് വാങ്ങുന്നുണ്ട്, 8500 വാങ്ങുന്നുണ്ട്. ഇതിന് പുറമെ കമ്പനി എന്തെങ്കിലും കൈമടക്കായിട്ട് ഇവർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഗ്ലോബൽ പ്രവാസി യൂണിയന് വളരെ ശക്തമായിട്ട് ആവശ്യപ്പെടാനുള്ളത് സോഷ്യൽ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പെയ്ഡ് സർവീസ് അല്ല. പെയ്ഡ് സർവീസ് നടത്തുന്ന ആളുകളെ സോഷ്യൽ പ്രവർത്തകരെന്ന് പറയുകയുമില്ല. ഇവര് പെയ്ഡ് സർവീസ് നടത്തിക്കൊടുത്തുകൊണ്ട് സ്വന്തം സോഷ്യൽ പ്രവർത്തകരാണെന്ന് പറഞ്ഞ് ഇവര് നടക്കുകയും സോഷ്യൽ പ്രവർത്തകരുടെ എല്ലാ ആനുകൂല്യങ്ങളും സർക്കാരിൽ നിന്നും കൗൺസിലേറ്റിൽ നിന്നും ഒക്കെ വാങ്ങിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. FOCയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള കൃത്രിമം നമ്മുടെ സോഷ്യൽ പ്രവർത്തകർ നടത്തിയിട്ടുണ്ട്. സോഷ്യൽ പ്രവർത്തകർ എന്ന് അവരെ പറ്റി പറയാൻ പറ്റൂല, പക്ഷെ അവര് സ്വയം പ്രഖ്യാപിക്കുകയാണ് അവർ സോഷ്യൽ പ്രവർത്തകരാണെന്ന്. അവര് വലിയ രീതിയിൽ കൃത്രിമം കാണിച്ചിട്ടുണ്ട്. അർഹതപ്പെടാത്ത ബോഡിക്ക് പോലും നമ്മുടെ സംവിധാനങ്ങളിൽ നിന്ന് FOC അവർ പാസാക്കിയെടുക്കുകയും ഈ ബോഡി കയറ്റി അയക്കാൻ വേണ്ടി ഈ ബോഡി കയറ്റി അയക്കുന്നത് എങ്ങനെയാണ്, അതിന്റെ ചെലവെന്താണ് എന്നൊന്നും കൃത്യമായിട്ട് അറിയാത്ത ആളുകളിൽ നിന്ന് 7500 8500 ഒക്കെ ദിർഹം അത് കയറ്റി അയക്കാൻ വേറെ വാങ്ങുകയും കൂടാതെ ഒരു പാവപ്പെട്ടവന്റെ ബോഡി കയറ്റി അയക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് സമ്പന്നരായ ആളുകളിൽ നിന്ന് സഹായം അഭ്യർത്ഥിക്കുകയും അതിലൂടെ വേറൊരു വരുമാനം കൈവരികയും FOC വേറൊരു തരത്തിൽ പാസാക്കിയെടുക്കുകയും ഈ ബോഡി കയറ്റി അയക്കുന്ന ആളുകളിൽ നിന്ന് വേറെ രീതിക്ക് കാശ് വാങ്ങുകയും ഒക്കെ ചെയ്തുകൊണ്ട് വലിയ രീതിയിൽ ഇതിലൊരു കറപ്ഷൻ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുണ്ട്. ഇതൊക്കെ സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ പ്രാമുഖ്യം നേടുകയും സോഷ്യൽ മീഡിയയിലൂടെ പല കാര്യങ്ങളും പുറത്തു വരാൻ തുടങ്ങുകയും
ഗ്ലോബൽ പ്രവാസി യൂണിയൻ ഈ വിഷയം അറിഞ്ഞ് കൃത്യമായി ഇതിനെതിരെ എല്ലാ ദൃശ്യവാർത്താ മാധ്യമങ്ങളിലും പ്രതികരിക്കുകയും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് ഇതുമായി ബന്ധപ്പെട്ട് കത്തയക്കുകയും ഒക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി ഇതിനെതിരെ അന്വേഷണം നമ്മുടെ സംവിധാനങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചില മുറുമുറുപ്പുകളൊക്കെ ഈ സോഷ്യൽ പ്രവർത്തകരെന്ന് സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്ന ആളുകളിലുണ്ടായിട്ടുണ്ട്. എല്ലാ മേഖലകളിലും കാണിക്കുന്ന ചൂഷണം ഈ മൃതദേഹം കയറ്റി അയക്കുന്നിടത്തും കാണിക്കുന്നത് അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് കൃത്യമായിട്ട് ആവശ്യപ്പെടാനുള്ളത്.